എന്തായാലും സംഗതി ഏറ്റു. അവളുടെ ഒരു ചേട്ടത്തിയമ്മയുടെ മേല് തീർന്നല്ലോ കളി. റോയിച്ചന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഒരു സങ്കടവും വേണ്ട. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴേ ആദ്യം ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അത് പ്രായത്തിന്റെ. പിന്നെ പിന്നെ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ മാത്രം അല്ലേ സാറാ? അല്ല സാറാന്ന് പറഞ്ഞ കൂട്ടുപിടിക്കണ്ട. ഡയലോഗേ തന്നെ താനെ പറഞ്ഞാ മതി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റോയിച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഹാ, നീ എന്തുകൊണ്ട് അത് പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അല്ല, തുല്യ ദുഃഖിതർക്കാണല്ലോ പൊതുവെ മനസ്സിലാവല് കൂടുതല്. ഇവരെന്താ ദുഃഖം? അല്ല, പാറുവിന്റെ കാര്യം പറഞ്ഞപ്പം പാറുവിന് സാജനോട് തെറ്റേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്തോ ഒരു ദുഃഖം. പോവാൻ പറയണേ. അവക്ക് അവനൊക്കെ നല്ല കേൾക്കണ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. ആ, ഈ സാറേനോട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേക്കും കയറി ഫ്ലാഷ് ആക്കും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറ്റിയ സമയാടാ. ചെല്ല്, പോയി സമാനിപ്പിക്ക്. അത് വേണോ? വേണമെങ്കിൽ മതി. ചെല്ല്. വേണ്ട, നാളെ ആവട്ടെ. തുടങ്ങാം. പറു, നീ വിഷമിച്ചിരിക്കണോ? അല്ല, വിഷമിച്ചോളൂ കേട്ടോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെയാണ് നമ്മൾ ജീവിക്കണ്ടേ. ഈ പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈശ്വര മാറിപ്പോയോ? അല്ല, പഴമക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ. പക്ഷെ അവര് പറയുന്നതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോർ എക്സാമ്പിൾ, നിന്റെ നഷ്ടം എന്റെ ലാഭവും, എന്റെ ലാഭം നിന്റെ ലാഭമാവാം. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാൻ തന്നെ എന്റെ ശ്രമം. പക്ഷെ ഒന്ന് നേരെ പറയാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടില്ല. എന്തായാലും വളച്ചു ചുറ്റി കറങ്ങിത്തിരിഞ്ഞ് ഞാൻ മാറ്ററിലേക്ക് വരാം. ഉദാഹരണത്തിന്, നീ ഇപ്പൊ എന്താ പറയണത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? വാ പറഞ്ഞുതരാം, വാ. നിനക്ക് വേണ്ടത് തന്നെയാ എനിക്കും വേണ്ടത്. പക്ഷേ നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണല്ലോ. എനിക്കൊരാളെ ഇഷ്ടാന്ന് വെക്കാം, ആ ആൾക്ക് വേറൊരാളെ ഇഷ്ടാന്ന് വെക്കാം. ആ വേറൊരാള് എന്റെ ഇഷ്ടപ്പെട്ട ആളെ വിട്ടുപോകുമ്പോ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട ആളോട് തോന്നുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് നഷ്ടപ്പെട്ട ആളോട് തോന്നുന്നതും എന്തോ അതാണ് ഇവിടുത്തെ നഷ്ടവും ദുഃഖവും. ഇഷ്ടപ്പെട്ട ആളും നഷ്ടപ്പെട്ട ആളും കഷ്ടപ്പെട്ടപ്പോ കഷ്ടം പിടിച്ച ആള് കുഷ്ഠം പിടിച്ച് ചത്തു. ഇതൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ കാണാപ്പാടം പഠിച്ചതെന്നറിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? നിനക്ക് വേണ്ടി. അത് നീ മറക്കരുത്. എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തെന്നാ പറയണേ? അപ്പൊ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയിരുന്നോ. ഇങ്ങനെ പോയിക്കോ. ശശിയേട്ടൻ ഇന്നും ഭരണി തന്നെ. പാറു കിടന്നോ? അവൾ ഇറങ്ങി. നീയൊന്നും പറയാതെ ഇങ്ങനൊന്നും സംഭവിക്കില്ല, ശരിയല്ലേ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. മിണ്ടരുത്. കള്ളം പറയുന്നോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങള് വെറുതെ അതുവഴി പോയപ്പോ അവളാ നേഹ വെറുതെ വന്ന് നടക്കുവായിരുന്നു. പിന്നെ അവൾക്ക് ഭ്രാന്തല്ലേ? അത് ശരിയാ റോയിച്ച, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത്? അവളുടെ ഭ്രാന്തിന്റെ കാര്യം. ആനന്ദേ, ഈ സമയത്ത് ഒരുമാതിരി മണ്ടത്തരടിക്കല്ലേ? ഉഫ്. നിങ്ങളോട് അവൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറയാറുന്നില്ലേ? അതല്ല, നിങ്ങൾക്ക് അവൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാറുന്നില്ലേ? ഞങ്ങള് പറഞ്ഞ റോയിച്ച സമ്മതിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ ചിന്തിച്ചേനെ. അത്രേ ചെയ്യുള്ളൂ റോയ്ച്ചൻ. അതാ റോയിച്ചന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അവള് പോയത് നന്നായി റോയിച്ച. അതെന്താ കാര്യം? അവൾ റോയ്ച്ചനല്ലേ സ്നേഹിച്ചത്, റോയ്ച്ചന്റെ പണത്തെയാ. അത് കണ്ടപ്പോ ഞങ്ങൾക്ക് സഹിച്ചില്ല. നീ കടന്നു കയറി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റോയിച്ച ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കില്ല, പോരെ? മാത്രമല്ല, റോയിച്ചന്റെ വിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞാനും. ഞങ്ങളെ ഹാർട്ടി കൺട്രോൾമെന്റ്. കൺട്രോൾമെന്റ്സ് അല്ലടാ, കണ്ടോളൻസ്. ഹാർട്ടി കണ്ടോളൻസ്. എന്തായാലും അതിലൊരെണ്ണം റോയിച്ചന് ഇരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ കൂടെ നിന്നപ്പോ ഒരു രസത്തിന് ചുമ്മാ തുടങ്ങിയതാ നേഹായിട്ടുള്ളൊരു അഫയർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കോഫി ഷോപ്പിലും നമ്മുടെ വീട്ടിലും
ഇനി പ്രേമം ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞ ആരെങ്കിലും നടന്ന അപ്പ കാണാൻ ബാക്കി. ടോണി കേട്ടല്ലോ? കേട്ടു. സാറാ? കേട്ടു. ആനന്ദ്? കേട്ടു. പക്ഷേ എന്തോ ഒരു പക്ഷേ. അല്ല, ഇവരൊക്കെ ഫ്ലേട്ടിങ്ങിലും ലവ് അഫെയറിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത് സാഗരത്തിൽ നീന്തി കളിക്കുന്ന ആൾക്കാരാ. ഞാനാണെങ്കിൽ ആ സാഗരത്തിന്റെ മുമ്പിൽ കണ്ണും തള്ളി നിൽക്കുന്ന ഒരു കുട്ടിയും. എന്റെ സ്വപ്നങ്ങൾ മുളയിലേ നുള്ളണോ? വേണ്ട, നുള്ളണ്ട. ഓലക്കൊക്കെ അടിക്കും ഞാൻ, മനസ്സിലാടാ? ഇനി പ്രേമസീം വേണ്ട. ഇതോടെ കഴിഞ്ഞു, പിടിയിട്ടല്ലോ. എന്റെ ആദ്യ പ്രേമത്തിന്റെ ആദ്യ തിരിച്ചടിയുമായി ഞാൻ മുന്നോട്ട്.